നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പട്ടയം അസംബ്ലികൾക്ക് തുടക്കം. ആദ്യ അസംബ്ലി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വാർഡുതല പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് ഏഴര പൊന്നാന ദർശനം. വിശ്വാസത്തിലാറാടി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ഭക്തസഹസ്രങ്ങളും. ഇന്ന് ക്ഷേത്രത്തിൽ പള്ളിവേട്ട. ലഹരിക്കെതിരെ കൈകോർത്ത് കോട്ടയം BCM കോളേജ്. ബോധവൽക്കരണത്തിനായി തെരുവ് നാടകവും ഫ്ലാഷ് മോബും. കോട്ടയം ജ്വാല എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനം. പാമ്പാടി ചെറുവള്ളിക്കാവിൽ കുംഭപൂര മഹോത്സവത്തിന് കൊടിയേറി. ദേശതാലപ്പൊലിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പട്ടയം അസംബ്ലികൾക്ക് തുടക്കമായി. ഇന്ന് നടന്ന കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം അസംബ്ലിയിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള പട്ടയം അസംബ്ലികൾക്ക് തുടക്കമായി. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായാണ് അസംബ്ലികൾ നടത്തുന്നത്. സ്ഥലം MLAയുടെ അധ്യക്ഷതയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് അസംബ്ലിയിൽ പങ്കെടുക്കുക. ഇന്ന് രാവിലെ നടന്ന കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം അസംബ്ലിയിൽ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. പൊന്തൻപുഴ മുക്കട പട്ടികജാതി കോളനിയിലെ പട്ടയ പ്രശ്നം ഇന്നും സങ്കീർണമായി നിലനിൽക്കുകയാണെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. പട്ടയം കിട്ടാനുള്ള ആൾക്കാരെന്ന് പറയുന്നത് മണിമല പഞ്ചായത്തിലെ മുക്കടയിലെ പട്ടികജാതി കോളനിയും അതിനോടനുബന്ധമായുള്ള മേഖലകളിലെ 686 പട്ടയങ്ങളാണ്. ഈ 686 പട്ടയങ്ങൾ നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തി കൊടുത്ത അന്യായത്തിന്റെ അടിസ്ഥാനം. ഒന്നപ്പുഴ വനം എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയല്ല, സ്വകാര്യ സ്റ്റാൻഡ് ആണ് എന്നുള്ള പ്രൈവറ്റ് സ്റ്റാൻഡ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൈക്കോടതി ആ കേസ് അനുകൂലമല്ലാത്ത വിധിയുണ്ടായി. വനംവകുപ്പിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഒരു സ്പെഷ്യൽ പെറ്റീഷൻ നൽകി. പെറ്റീഷനെ പുറത്ത് നിൽക്കുകയാണ്. അതാണ് ഇപ്പം പെൻഡിംഗ്. കാഞ്ഞിരപ്പള്ളി തഹസീൽദാർ KM ജോസുകുട്ടി നോഡൽ ഓഫീസറായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി തുടങ്ങിയവർ പങ്കെടുത്തു. അസംബ്ലിയിൽ ജനപ്രതിനിധികൾ അവതരിപ്പിക്കുന്ന വാർഡുതല പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിശ്വാസപ്പൊലിമയിൽ ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാന ദർശനം. തിരുവുത്സവത്തിന്റെ 8ാം നാളായ വ്യാഴാഴ്ച രാത്രിയിലാണ് ഏഴര പൊന്നാന ദർശനം തുടങ്ങിയത്. ആസ്ഥാന മണ്ഡപത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന് ഭക്തർ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ക്ഷേത്രാങ്കണത്തെ ഭക്തിയുടെ ഉന്നതിയിൽ എത്തിച്ചു. ഭക്തരുടെ കണ്ണിനും മനസ്സിനും പൊൻകണിയായി ഏഴര പൊന്നാനകൾ. നിറചൈതന്യത്തിന്റെ നട തുറന്നതോടെ ഓം നമഃശിവായ മന്ത്രങ്ങൾ ചൊല്ലി ഭക്തർ ക്ഷേത്രാങ്കണത്തെയും പരിസരത്തെയും ഭക്തിയുടെ ഉന്നതിയിലെത്തിച്ചു. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 8ാം ദിവസത്തിലാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം. ഏഴര പൊന്നാന ദർശന സമയം ആസ്ഥാന മണ്ഡപത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ദേവന്മാരുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആസ്ഥാന മണ്ഡപത്തിൽ മഹാദേവന്റെ ഇടതുഭാഗത്ത് 4ഉം വലതുഭാഗത്ത് 3ഉം തിടമ്പ മുന്നിൽ അരയാനയെയും എഴുന്നള്ളിച്ചു നിർത്തും. തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂരപ്പന് നടക്കിവെച്ചതാണ് ഏഴര പൊന്നാന എന്നാണ് ഐതിഹ്യം. വരിക്കപ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞതാണ് ആനകൾ. 7 എണ്ണത്തിന് 2 അടി ഉയരവും ചെറിയ ആനയ്ക്ക് 1 അടി ഉയരവുമാണുള്ളത്. അഷ്ടദിക്പാലകരുടെ വാഹനമായ അഷ്ടദിഗ്ഗജങ്ങളാണ് പൊന്നാനകൾ. ഐരാവതം, പുണ്ഡരീകം, കുമുദം, അഞ്ജന, പുഷ്പദന്തൻ, സുപ്രതീകൻ, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് പൊന്നാനകൾ പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ വാമനൻ ചെറുതായതിനാൽ ഏഴര പൊന്നാനയായി എന്നാണ് ഐതിഹ്യം. കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഏഴര പൊന്നാന ദർശനം. 75 കിലോ തൂക്കം ഉള്ളതാണ് ഏഴര പൊന്നാന. ഓരോന്നും 10 കിലോ വീതം തൂക്കം വരുന്നതാണ്. അരയാന 5 കിലോയും 13 കിലോ സ്വർണം പൂശിയതാണ് ഏഴര പൊന്നാന. ഏഴര പൊന്നാന ദർശിച്ച് വലിയ കാണിക്ക അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന മയിലാട്ടം ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം BCM കോളേജിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. JCI കോട്ടയം സൗത്തിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി മറിയൻ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു.
കോട്ടയം ജ്വാല എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം കോട്ടയം BCM കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. കോട്ടയം സൗത്ത് JCIയുടെ സഹകരണത്തോടെ നടന്ന ദിനാഘോഷ സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മറിയം ഉമ്മൻചാണ്ടി വനിതാ ദിന സന്ദേശം നൽകി. BCM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് KV, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു തോമസ്, ബർസാർ ഫാദർ ഫിൽമോൻ കളത്ര, വനിതാ ശാക്തീകരണ സെൽ ഡയറക്ടർ അനില ഹരി, JCI സോൺ പ്രസിഡന്റ് എസ്വിൻ അഗസ്റ്റിൻ, സോൺ വൈസ് പ്രസിഡന്റ് ജെറി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണം ഉയർത്തി കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വാഹന റാലിയും ഇതോടൊപ്പം നടന്നു. റാലിയുടെ ഫ്ളാഗ് ഓഫ് കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട് നിർവഹിച്ചു. കോളേജിൽ നിന്നും തുടങ്ങി തിരുനക്കര ഗാന്ധി സ്ക്വയർ വരെ നടന്ന റാലിയിൽ 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ ഫ്ലാഷ് മോബ്, ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയുള്ള തെരുവു നാടകം എന്നിവയും വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. അഭീഷ്ടവരദായിനിയായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ ഈ വർഷത്തെ കുംഭപൂര ഉത്സവത്തിന് കൊടിയേറി. ദേവഹിത നിശ്ചയപ്രകാരം ഇത്തവണ മുതൽ 10 ദിവസങ്ങളിലായാണ് ഉത്സവം. വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി കാളകാട്ടില്ലത്ത് ഹരികുമാർ K വിഷ്ണു നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു കൊടിയേറ്റ്. കൊടിമര ചുവട്ടിലെ പൂജകൾക്ക് ശേഷം നടന്ന കൊടിയേറ്റിന് നൂറുകണക്കിന് ആളുകൾ സാക്ഷികളായി. തുടർന്ന് തിരുവരങ്ങിൽ കർണാട്ടിക് സംഗീതം അരങ്ങേറ്റം നടന്നു. മൗഷ്മി R നായർ, സാധിക V നായർ എന്നിവർ ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുമുൻപിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് ശ്രീഭദ്ര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. രണ്ടാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച മുതൽ ദേവിയുടെ ഇഷ്ടവഴിപാടായ ദേശതാലപ്പൊലി ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മഹാത്മാഗാന്ധിയുടെ ഇണ്ടം തുരുത്തിമന സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷം വൈക്കം താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. മാർച്ച് 10 തിങ്കളാഴ്ച രാവിലെ 10:30 വൈക്കത്തെ ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസിലാണ് പരിപാടി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ 10 വ്യക്തികളിൽ ഒരാളായി ലോകം ഒരുപോലെ ആദരിച്ച ആ മഹാത്മാഗാന്ധിയെ അന്ന് കോട്ടയത്ത് വന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഇണ്ടം തുരുത്തി മനയിലെ കാരണവർ അവിടുത്തെ നമ്പ്യാതിരി തയ്യാറായില്ല. എന്നാൽ വൈക്കം സത്യാഗ്രഹം പോലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു സമരം എന്നുള്ള നിലയിൽ ആ സമരത്തിൽ എങ്ങനെയും അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി
ഈ ഇണ്ടന്തുരുത്തി മനയിലെ തിരുമേനിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാനാണ് തീരുമാനിച്ചത്. ഗാന്ധിയോടൊപ്പം അന്ന് വടക്കേന്ത്യയിൽ നിന്ന് വന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാജ്യം ആദരിക്കുന്ന വലിയ പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. മാർച്ച് മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടി മഹാത്മാഗാന്ധി ഇണ്ടന്തുരുത്തി മനയിൽ ചെന്നു. പക്ഷെ മനയ്ക്കകത്തേക്ക് ഗാന്ധി ബ്രാഹ്മണനല്ല എന്ന ഒറ്റ കാരണത്താൽ അകത്തേക്ക് പ്രവേശനം നിഷേധിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗം മാർച്ച് 9-ന് കോട്ടയത്ത് നടക്കും. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കി പ്രമേയങ്ങൾ സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നിലവിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കാൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് മാർച്ച് 9-ന് കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ നടക്കും. കേരളത്തിലെ 14 ജില്ലാ ഭാരവാഹികളും 140 മണ്ഡലം പ്രതിനിധികളും പാർട്ടിയുടെ വിവിധ പോഷക സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രമേയങ്ങൾ സംസ്ഥാന കൗൺസിൽ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അപ്പർ ക്ലാസ്സിന് താല്പര്യമില്ല. അവർ പറയുന്നത് സാധാരണക്കാരന് മുതലാളികളുടെ അല്ലെങ്കിൽ പണമുള്ളവരുടെ കയ്യിൽ നിന്ന് അവരുടെ കൂടെ നികുതി പണം സാധാരണക്കാരന് കൊടുക്കുക എന്നുള്ളതാണ്. സോഷ്യലിസം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു മിനിമം ഒരുപാട് ഡിഫറൻസ് വരേണ്ടതെന്നാണല്ലോ സോഷ്യലിസം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു ഭയങ്കര വലിയ പണക്കാരനും വളരെ മോശമുള്ളവനും അവരുടെ മിനിമം കാര്യങ്ങൾ നടത്താനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു നേതാവിനെ ആ പാർട്ടിയിലുള്ള 5ഓളം നേതാക്കന്മാരെ 2 വർഷം മുതൽ 6 മാസം മുതൽ 2 വർഷം വരെ ജയിലിൽ ഇട്ടുകൊണ്ട് ഇവർ അഴിമതിക്കാരാണെന്നുള്ള കാര്യം തറപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു കാര്യം 1000 പ്രാവശ്യം നിങ്ങൾ പത്രമാധ്യമങ്ങൾ എഴുതി കഴിയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ലേ? കാരണം ഇപ്പോഴും പത്രമാധ്യമങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. നമുക്ക് വേറെ എന്താ സോഴ്സ് അറിയാനായിട്ട്? അപ്പൊ നിങ്ങൾ കുറച്ചെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയിക്കണം. ഒരു ജനക്ഷേമ രാഷ്ട്രീയം എവിടെയും ഉണ്ടാകട്ടെ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ്, സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിത്തോട്ടം, കാപ്പിൽ തുളസീദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിക്കുന്ന ഹരിതകർമ്മസേന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പ്രകാശനം നിർവഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ പലയിടങ്ങളിലും നേരിടേണ്ടി വരുന്ന സാഹചര്യം മനസ്സിലാക്കി നൽകുന്നതാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഹരിതകർമ്മസേന എന്ന ഡോക്യുമെന്ററി. ജയസൂര്യൻ എം രചനയും സംവിധാനവും നിർവഹിച്ചതാണ് ഈ ഹ്രസ്വചിത്രം. നിന്നോടൊക്കെ മേലാൽ ഈ വീട്ടിൽ കയറരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? സർ, പ്ലാസ്റ്റിക് എടുത്തു വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ. അറിഞ്ഞിട്ടെന്തിനാ? സാറിന്റെ വീട്ടിലേക്കുള്ള പല സാധനങ്ങളും ഒന്ന് പ്ലാസ്റ്റിക് കവറിലാണ് കിട്ടുന്നത്. നീയൊക്കെ ആപ്പ കോപ്പെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ കൊണ്ടൊട്ടിച്ചില്ലേ? ഞാൻ ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം അതല്ല ഇവിടുന്ന് പറിച്ചു കളഞ്ഞു. നിങ്ങൾ ഇത് ആരോടാ മനുഷ്യ കിടന്ന് തൊള്ള തുറക്കുന്നേ? നീ ഇത് കണ്ടില്ലേ? പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുപ്പിലിട്ടാ കത്തിക്കുന്നത്. എന്നിട്ട് ഇവിടെ ആർക്കും ഒരു രോഗവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങളുടെ പറമ്പിൽ ജോലിക്ക് ഇന്ന് ഇതിനേക്കാൾ നല്ല കൂലി കിട്ടും. പിന്നെ അസുഖങ്ങള് അത് വരുമ്പോ ഞാൻ അങ്ങ് കാശ് മുടക്കി ചികിത്സിച്ചോളാം. ഹരിതകർമ്മ സേനാംഗങ്ങളോട് ഓരോരുത്തരുടെയും സമീപനം ഈ ഹ്രസ്വചിത്രം തുറന്നു കാട്ടുന്നു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ എന്നിവർ ചേർന്ന് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. ചെറിയ ആളുകളുടെ സമീപനങ്ങളാണ് ചിത്രത്തിനകത്ത് എടുത്ത് കാണിക്കുന്നത്. അവരെ ഏത് നന്മയോടും വളരെ നെഗറ്റീവായി ചിലപ്പോൾ ഇടപെടാറ്. പക്ഷെ അങ്ങനെയുള്ള ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതല്ല യഥാർത്ഥ കേരളത്തിൻ്റെ അവസ്ഥയെന്നും ആ അവസ്ഥയോടൊപ്പം നിൽക്കുന്ന വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ നന്മയും നമ്മളൊപ്പം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വളരെ മനോഹരമായ ചിത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയാണ് അതിനകത്തെ നടീനടന്മാരും. യേശുവിലേക്ക് ഒരുപാട് ഭാവങ്ങൾ അർപ്പിക്കുന്നു. ഇത്തരം ചില ആശയങ്ങൾ ഇത് ഗവൺമെൻറ് തലത്തിൽ തീർച്ചയായിട്ടും ടേക്കപ്പ് ചെയ്ത് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന അനുഭവമായി ആശംസിക്കുന്നു. അസറുദ്ദീൻ റഷീദ് ക്യാമറയും അജ്മൽ സിനാജ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സമനില തെറ്റി കേരളത്തിന് ദുരിതം വിതയ്ക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി. ഭൂനികുതി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ലാലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ
ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂനികുതി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലാലം വില്ലേജ് ഓഫീസ് പിടിക്കൽ ധർണ നടത്തി. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കൊള്ളസംഘമാണെന്നും സമനില തെറ്റി കേരളത്തിൽ ദുരിതം വിതയ്ക്കുന്ന പിണറായി സർക്കാരിനെ ജനം അടുത്ത തിരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത UDF പാലാ നിയോജകമണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു. വിലക്കയറ്റം, നികുതി വർധനവുകൾ, സെസ്സുകൾ തുടങ്ങി സാധാരണക്കാരെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാമോ അതൊക്കെ ചെയ്ത് സ്വന്തക്കാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും പണം ലാഭമില്ലാതെ പിണറായി സർക്കാർ ചെലവഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം നിത്യപ്രതി നികുതികളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഓരോ നികുതികളും വർദ്ധിപ്പിച്ച് ജനങ്ങളെല്ലാം ഇരുട്ടടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്കറിയാം, കറണ്ട് ചാർജ് കൂട്ടി 6 വർഷം കൊണ്ട് 6 തവണ കൂട്ടി, വെള്ളക്കരം കൂട്ടി, കെട്ടിടത്തിന്റെ നികുതി കൂട്ടി, ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനെല്ലാം നികുതിയാക്കി, ഭൂമി രജിസ്ട്രേഷൻ എല്ലാം നികുതികളാക്കി. അങ്ങനെ നികുതി ഇല്ലാത്ത ഒന്നുമില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ മാത്യു അരിക്കൽ അധ്യക്ഷത വഹിച്ചു. N സുരേഷ്, ആൽവിൻ ഇടമനശ്ശേരി, സാബു എബ്രാഹിം, തോമസ് RV ജോസ്, പ്രിൻസ് VC, ഷോജി ഗോപി, ബിജോയ് എബ്രാഹിം, തോമസ് ഒട്ടിനച്ചിക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ സെന്റ് മേരീസ് LP സ്കൂളിന്റെ നവതി ആഘോഷങ്ങൾ തുടങ്ങി. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലാ സെന്റ് മേരീസ് LP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ലാലം പഴയമള്ളി നിത്യസഹായമാത പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. FCC പാലാ അൽഫോൻസ പ്രൊവിൻസ് സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബിൻ പുത്തുമ്പുര അധ്യക്ഷയായിരുന്നു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലിക്കാലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തലിങ്കിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സ്കോളർഷിപ്പ് വിതരണവും പാലാ AEO ഷൈല B പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി J ചീരാങ്കുഴി, PTA പ്രസിഡന്റ് ജോഷിബ ജെയിംസ്, അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ, സിസ്റ്റർ ലിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ചിറക്കടവ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാൻ വികസന പദ്ധതികളെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. വാഴൂർ ADA സിമി എബ്രഹാം ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ പ്രജിത പ്രകാശ്, ബിന്ദു സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ICDS പ്രൊജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള 117 അംഗനവാടികളിലേക്ക് കണ്ടിജൻസി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 20 ഉച്ചകഴിഞ്ഞ് 2 മണി വരെ ടെൻഡർ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9961 697481. ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിൽ 300-ലധികം ഒഴിവുകളിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു. മാർച്ച് 7 രാവിലെ 10 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ എംപ്ലോയബിലിറ്റി സെന്ററിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കും 250 രൂപ ഫീസ് അടച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്തവർക്കും പങ്കെടുക്കാം. വിവരങ്ങൾക്ക് ഫോൺ 048125634551. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയം അസംബ്ലികൾക്ക് തുടക്കം. ആദ്യ അസംബ്ലി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വാർഡുതല പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് 7.5 പൊന്നാന ദർശനം. വിശ്വാസത്തിലാറാടി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ഭക്തസഹസ്രങ്ങളും. ഇന്ന് ക്ഷേത്രത്തിൽ പള്ളിവേട്ട. ലഹരിക്കെതിരെ കൈകോർത്ത് കോട്ടയം BCM കോളേജ്. ബോധവൽക്കരണത്തിനായി തെരുവ് നാടകവും ഫ്ലാഷ് മോബും. കോട്ടയം ജ്വാല എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനം. പാമ്പാടി ചെറുവള്ളിക്കാവിൽ കുംഭപൂര മഹോത്സവത്തിന് കൊടിയേറി. ദേശതാലപ്പൊലിക്ക് തുടക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.